മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി ഏറ്റെടുക്കുന്ന ഭൂമിക്ക് ഉയർന്ന തുക നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഹർജി ഹൈക്കോടതി പരിഗണിച്ചില്ല. എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഹർജി പരിഗണിക്കാൻ സിംഗിൾ ബെഞ്ച് വിസമ്മതിച്ചു. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, നേരത്തെ തന്നെ കോടതിയിൽ നിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന് സമാനമായി ഭൂമി വിട്ടു നൽകുന്ന വിഷയത്തിൽ വലിയ തിരിച്ചടിയാണ് ഈ എസ്റ്റേറ്റ് ഉടമകൾക്ക് ലഭിച്ചത്. ഇപ്പോഴതാ തുടർ തിരിച്ചടി കൂടി ലഭിച്ചിരിക്കുന്നു. എന്തായിരുന്നു ഇന്നത്തെ കേസ് പരിഗണിക്കുന്ന വേളയിൽ? അതായത് ഇന്ന് നമുക്കറിയാം, വൈകിട്ട് ഈ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തറക്കല്ലിടൽ ചടങ്ങ് മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത് നടക്കാനിരിക്കെയാണ് ഇന്നലെ പെട്ടെന്നൊരു ഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് എൽസ്റ്റൺ എസ്റ്റേറ്റ് എത്തിയത്. അവരുടെ ആവശ്യം സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന 26 കോടി എന്ന് പറയുന്നത് മതിയായ നഷ്ടപരിഹാരമല്ല. 519 കോടി രൂപ മതിപ്പ് വില വരും. അങ്ങനെ 530ഓളം കോടിയോളം രൂപ തങ്ങൾക്ക് നഷ്ടപരിഹാരമായി ലഭിക്കണം. അതായിരുന്നു ഇവരുടെ ആവശ്യം. പക്ഷേ അതിൽ ഇന്ന് ഹർജി പരിഗണിച്ച ജസ്റ്റിസ് TR രവി ആ ഹർജി പരിഗണിക്കാനേ തയ്യാറായില്ല. മറിച്ച് അതിന് കാരണം കോടതി വ്യക്തമാക്കി വെച്ചിട്ടുണ്ട്. സമാനമായൊരു ഇഷ്യൂ ഡിവിഷൻ ബെഞ്ചിൻ്റെ പരിഗണനയിൽ ഇപ്പോൾ ഉണ്ട്. ഡിവിഷൻ ബെഞ്ച് അക്കാര്യത്തിൽ വാദം കേട്ടതാണ്. ഹാരിസൻ്റെയും എൽസ്റ്റൻ്റെയും 2 ഹർജികൾ വാദം കേട്ട് ഹാരിസൻ്റെ തീർപ്പാക്കുകയും എൽസ്റ്റൻ്റെ പെൻഡിങ്ങുമാണ്. അതിൽ കോടതി അന്ന് പറഞ്ഞത് സർക്കാർ നിശ്ചയിച്ച 26 കോടി രൂപ എന്ത് തർക്കം ഉണ്ടായാലും ഇപ്പോൾ കോടതിയിലേക്ക്, ഹൈക്കോടതി രജിസ്ട്രാറിന് മുമ്പാകെ സർക്കാർ കെട്ടിവെച്ചതിന് ശേഷം ഭൂമി ഏറ്റെടുത്ത് തുടർ നടപടികളിലേക്ക്, താൽക്കാലികമായി ഏറ്റെടുത്ത് തുടർ നടപടികളിലേക്ക് കടക്കുക. അങ്ങനെയാണ് ഉദ്ഘാടനം സർക്കാർ നിശ്ചയിച്ചത്. ആ 26 കോടി രൂപയെ സംബന്ധിച്ച് തർക്കം ഉണ്ടെങ്കിൽ പിന്നീട് കേൾക്കാം എന്നതായിരുന്നു കോടതിയുടെ നിലപാട്. അതിനനുസരിച്ച് സർക്കാർ 26 കോടി രൂപ കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതിയിൽ കെട്ടിവെച്ചു, ഉദ്ഘാടനം നിശ്ചയിച്ചു. തുടർ നടപടികളായി മുന്നോട്ട് പോകവെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പെട്ടെന്നൊരു ഹർജിയുമായി എസ്റ്റേറ്റുകാർ ഉടമ വീണ്ടും വരുന്നത്. പക്ഷേ കോടതി ഇന്നെടുത്ത സമീപനം ഇതാണ്. ഇത് ഡിവിഷൻ ബെഞ്ചിലിരിക്കുന്ന ഒരു കേസാണ്. ഇപ്പോൾ ഈ കേസ് കേൾക്കാൻ ഈ കോടതിക്ക്, ഈ ബെഞ്ചിന് താല്പര്യമില്ല. അതുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിൽ പോയി പറഞ്ഞോളുക. ഇനി ഈ പുതിയ ഹർജിയും ആ കേസ് പരിഗണിക്കുന്ന ഡിവിഷൻ ബെഞ്ചിലേക്ക് തന്നെ റെഫർ ചെയ്ത് അയക്കാൻ ഹൈക്കോടതിയുടെ രജിസ്ട്രാർക്ക് ജസ്റ്റിസ് TR രവി നിർദ്ദേശം നൽകിയ കേസ് അവസാനിപ്പിക്കുകയുണ്ടായത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ വേണമെങ്കിൽ ഒരു പ്രതിസന്ധിയിലേക്ക് വരുമായിരുന്നു. കാരണം ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോടതി എന്തെങ്കിലും പറയുകയും തുടർ നടപടികളിലേക്കൊന്നും കടക്കരുതെന്ന് സർക്കാരിനോട് പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ സർക്കാരിന് ഒരു പ്രതിസന്ധിയാകുമായിരുന്നു. പക്ഷേ ഹൈക്കോടതി എടുത്ത സമീപനം ഇത് നടക്കട്ടെ എന്നുള്ളത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ ഹർജി ഇപ്പോൾ താങ്കൾ കേൾക്കുന്നില്ല എന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി ഡിവിഷൻ ബെഞ്ചിൽ മറ്റേ കേസ് പരിഗണിക്കുന്ന ഡിവിഷൻ ബെഞ്ചിലേക്ക് റെഫർ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ദിവസം ആ കേസ് കോടതി പരിഗണിക്കുമ്പോൾ ഇതടക്കം പരിഗണനയ്ക്ക് വരും എന്ന് മാത്രമേ ഉള്ളൂ. തൽക്കാലത്തേക്ക് സർക്കാരിന് ആശങ്കപ്പെടാനൊന്നുമില്ല. കോടതി സർക്കാരിനൊപ്പം തന്നെയാണെന്ന് കോടതി ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു ഈ കേസിൽ എന്ന് തന്നെ പറയാം. ജിംഷാദ്, തീർച്ചയായും സമഗ്ര വിവരങ്ങളാണ് സാലി മുഹമ്മദ് കോടതിയിൽ നിന്നുള്ള വിവരങ്ങളാണ് നൽകിയത്.